ഭാരതത്തിലെ പൗരാണിക വാസ്തുവിദ്യയുടെ ഏറ്റവും വലിയ ഉദാഹരണമെന്ന് പറയാൻ കഴിയുന്ന ഒരു ക്ഷേത്രം. വലിപ്പമേറെയുള്ള കല്ലുകളിൽ കൊത്തിയെടുത്ത ദേവീ ദേവന്മാരുടെ രൂപങ്ങൾ. വിജയനഗര സാമ്രാജ്യത്തിന്റെ പ്രൗഢി മുഴുവൻ വിളിച്ചോതുന്ന ഈ ക്ഷേത്രത്തിന് ലേപക്ഷി ക്ഷേത്രം അല്ലെങ്കിൽ വീരഭദ്ര ക്ഷേത്രം എന്നാണ് പേര്. ആന്ധ്രാപ്രദേശിലെ അനന്തപുർ എന്ന സ്ഥലത്താണ് കരിങ്കല്ലിൽ വിസ്മയം തീർത്തിരിക്കുന്ന ഈ ക്ഷേത്ര നിർമ്മിതി സ്ഥിതി ചെയ്യുന്നത്. അത്ഭുതങ്ങൾ ഏറെയുണ്ട് ഈ ക്ഷേത്രത്തിൽ. തറയിൽ സ്പർശിക്കാതെ നിൽക്കുന്ന കൊത്തുപണികൾ നിറഞ്ഞ ക്ഷേത്രത്തൂണ അതിൽ ഏറ്റവും പ്രധാനം. തൂങ്ങി നിൽക്കുന്ന ഈ തൂണിനടിയിൽ ഒരു തുണിക്കഷ്ണം വിരിച്ചിട്ടിരിക്കുന്നത് ക്ഷേത്ര സന്നിധിയിലെത്തിയാൽ നമുക്ക് കാണാൻ കഴിയും. 69 തൂണുകളുടെ ബലത്തിലാണ് ഈ ക്ഷേത്രത്തിന്റെ മേൽക്കൂര നിലനിൽക്കുന്നത്. വീരഭദ്രനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ധാരാളം കൊത്തുപണികളാലും ചുവർ ചിത്രങ്ങളാലും സമ്പന്നമാണ് ഈ ക്ഷേത്രത്തിന്റെ ചുവരുകൾ. വലിയ ഉയരമില്ലാത്ത കൂർമ്മശൈലം എന്ന മലയുടെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുരാണങ്ങളിൽ പറയുന്നത് പ്രകാരം ക്ഷേത്രം നിർമ്മിച്ചതും പ്രതിഷ്ഠ നടത്തിയതും അഗസ്ത്യമുനിയാണ്. ഗണപതി, നന്ദി, ശിവൻ, ഭദ്രകാളി, വിഷ്ണു, ലക്ഷ്മി എന്നിവരാണ് ഈ ക്ഷേത്രത്തിലെ മറ്റു പ്രതിഷ്ഠകൾ. ക്ഷേത്രത്തിന് ലേപക്ഷി എന്ന പേര് വരാൻ കാരണമായി പറയുന്ന ഒരു കഥയുണ്ട്. അതിപ്രകാരമാണ്. പക്ഷികളുടെ പക്ഷിയായ ജടായു സീതാദേവിയെ രാവണനിൽ നിന്നും രക്ഷിക്കുന്നതിനായി യുദ്ധം ചെയ്ത് വീണുപോയത് ഇവിടെയാണെന്ന് പറയപ്പെടുന്നു. സീതാദേവിയെ അന്വേഷിച്ചെത്തിയ ശ്രീരാമൻ ജടായുവിനെ കാണുകയും വിവരങ്ങൾ ആരാഞ്ഞതിനു ശേഷം ധീരനായ ജടായുവിനോട് ലേപക്ഷി അഥവാ എഴുന്നേൽക്കു പക്ഷി എന്ന് പറഞ്ഞെന്നും ഇങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് ഈ പേര് വന്നതെന്നും പറയപ്പെടുന്നു. ഇവിടെയുള്ള കാൽപ്പാടുകൾ സീതാദേവിയുടേതാണെന്നാണ് മറ്റൊരു വിശ്വാസം. വിജയനഗര സാമ്രാജ്യത്തിന്റെ പ്രൗഢി വിളിച്ചു പറയുന്നവയാണ് ക്ഷേത്രത്തിന്റെ ചുവരുകളും കൊത്തുപണികളാൽ അലങ്കൃതമായ കൽത്തൂണുകളും. ഗണപതി, ശിവപാർവതിമാർ തുടങ്ങിയവരുടെ മനോഹരമായ ശില്പങ്ങളും അഗസ്ത്യമുനി താമസിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു ഗുഹയും ഈ ക്ഷേത്രത്തിനകത്തുണ്ട്. തറയിൽ സ്പർശിക്കാതെ നിൽക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ കൽത്തൂണ് തന്നെയാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികളെ ഏറ്റവും അതിശയിപ്പിക്കുന്ന പ്രധാന കാഴ്ച. അക്കാലത്തെ വാസ്തുവിദ്യാ വിദഗ്ധരുടെ കഴിവും ചാതുര്യവും പ്രകടമാക്കുന്ന ഏറ്റവും മികച്ച നിർമ്മിതികളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ബ്രിട്ടീഷ് ഭരണകാലത്ത് മേൽക്കൂരയിൽ മാത്രം മുട്ടി നിൽക്കുന്ന ഈ കൽത്തൂണിന്റെ രഹസ്യം കണ്ടെത്താനായി എത്തിയ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാൽ ചെറിയൊരു സ്ഥാനചലനം ഈ തൂണിന് സംഭവിച്ചിരുന്നു. എന്നിട്ടും തൂണിന്റെ രഹസ്യം കണ്ടെത്താൻ ഇന്നുവരെ ആർക്കും സാധിച്ചിട്ടില്ല എന്നതാണ് ചരിത്രം.